പ്രിയപ്പെട്ടവരെ, അപ്പം ഇന്ന് എന്താണ് ഒരു വെള്ളത്തിൽ കളി എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് വെള്ളത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നുന്നു. എന്നും കുക്കിംഗ് വീഡിയോ അല്ലേ, അപ്പം ഇന്നൊന്നും ഒരല്പം മാറ്റി പിടിക്കാമെന്ന് വിചാരിക്കുന്നു. കുടിക്കാൻ വേണം വെള്ളം, കുളിക്കാൻ വേണം വെള്ളം, കളിക്കാൻ വേണം വെള്ളം, പിന്നെയോ പാചകം ചെയ്യാനും വെള്ളം വേണം. ശരിയല്ലേ? നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു 70% വെള്ളമാണ്. അത് ഏകദേശം എല്ലാവർക്കും അറിയാം. അതിലൊരല്പം കുറഞ്ഞാൽ പോലും അത് പല രീതിയിൽ നമ്മളുടെ ശരീരത്തെ ബാധിക്കാറുണ്ട്. പലവിധ വേദനകളായിട്ട്, കഴപ്പുകളായിട്ട്, മുടി കൊഴിച്ചിൽ, സ്കിന്നിൻ്റെ പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതിലേക്കൊന്നും നമുക്ക് കടക്കുന്നില്ല. നമുക്കിവിടെ പറയേണ്ട ഒരേ ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്, എത്ര വരെ വെള്ളം കുടിക്കാം, വെള്ളം കുടിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടാത്ത കാര്യം. ഓക്കെ, അപ്പോൾ നോക്കുമല്ലേ? അപ്പോൾ എല്ലാവർക്കും കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് എന്താണെങ്കിലും ഒന്നല്ല, ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ഓരോരുത്തരുടെ ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചും അവർ ജീവിക്കുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ചും രാജ്യത്തിനനുസരിച്ചൊക്കെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ പോലും കോമൺ ആയിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ഒരു പുരുഷൻ, ആരോഗ്യമുള്ള ഒരു പുരുഷന് ഒരു 3 മുതൽ 4 വരെ ലിറ്റർ കുടിക്കാം. സ്ത്രീക്ക് ഒരു 2.5 മുതൽ 3.5 വരെയൊക്കെ കൊടുക്കാം. എക്സാക്റ്റ് അല്ല, അത്രയെങ്കിലും ഒക്കെ കുടിച്ചിരിക്കണം എന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. കുട്ടികൾ ശരീരത്തിൻ്റെ വെയിറ്റിനനുസരിച്ചും അവരുടെ വളർച്ചയ്ക്കനുസരിച്ചും വെള്ളം കുടിക്കേണ്ടതാണ്. പക്ഷെ നമ്മളുടെ മക്കളുടെയൊക്കെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവരെ വെള്ളം കുടിപ്പിക്കാൻ വല്ലാത്ത പാടാണ് അല്ലേ? കുടിക്കും. കൊക്കോകോള, പെപ്സിയൊക്കെ ആണെങ്കിൽ അവർ കുടിക്കും. കൂടിപ്പോയ നാരങ്ങ വെള്ളവും സർബത്താണെങ്കിലും കുടിക്കും. പക്ഷെ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കാൻ എല്ലാവർക്കും മടിയാണ്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. ഒന്ന് പറയാതെ വയ്യ, പെൺകുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ കുറച്ചും കൂടെ മടി കൂടുതലാണ്. അതിൻ്റെ കാരണം വേറെയുണ്ട്. അപ്പോൾ സാധാരണ എങ്ങനെയാണ് വെള്ളം കുടിക്കാറ്? സ്കൂളിലൊക്കെ എങ്ങനെയാണ്? വാട്ടർ പ്യൂരിഫയർ ഉണ്ടാവും, അതിൻ്റെ അകത്ത് എന്ത് വെച്ചിട്ടുണ്ടാവും? ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. ഡിസ്പോസിബിൾ ഒന്നും ആയിരിക്കില്ല. ഒരു ചങ്ങല ഇട്ടിട്ടൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവും? ഒരിക്കലും വായ വെച്ച് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി പല പഠനങ്ങളും, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനെ പറ്റി ഒത്തിരി പേരോട് അന്വേഷിച്ചു, ഒരുപാട് വീഡിയോകൾ കണ്ടു. ഓരോരുത്തരും പറയുന്ന ഓരോ കാര്യങ്ങളാണ്. പൊതുവായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ചില കാര്യങ്ങൾ പറയാം. ഒരിക്കലും ആ ഒരു രീതി ശരിയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് വെള്ളം നമ്മൾ പൊക്കി വായിലേക്ക് ഒഴിക്കുന്ന ആ ഒരു രീതി ശരിയല്ല. പകരം ഗ്ലാസ് എടുത്ത് ഇങ്ങനെ വായ മുട്ടിച്ച് തന്നെ. ഒരുപാട് ശീലങ്ങളുണ്ട് അല്ലേ? ഒരാൾ വായി വെച്ച് കുടിച്ച ഗ്ലാസ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരൊറ്റ കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് ആവശ്യമുള്ള വെള്ളം സ്കൂളിലേക്കാണെങ്കിലും കോളേജിലേക്കാണെങ്കിലും ഇനി യാത്ര പോവുകയാണെങ്കിലും പറ്റാവുന്നിടത്തോളം നമ്മൾ കൊണ്ടുപോവുക. പകരം മൊത്തം വെള്ളം പുറത്തായിരുന്നു. എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഒരിക്കലും ഇങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല. അതായത് മോളിൽ നിന്ന് ഒഴിച്ച് കുടിക്കാൻ പാടില്ല എന്നാണ് സയൻറ്റിഫിക്കായിട്ട് കുറേ പേര് പറയുന്നത്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളാവുമ്പം പെട്ടെന്ന് നമ്മൾ തലയിൽ കയറി എന്നൊക്കെ പറയൂലേ. തലയിലല്ല ആക്ച്വലി കയറുന്നത്, ശ്വാസകോശത്തിലേക്ക് പ്രശ്നങ്ങളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിപ്പായിട്ട് ഓരോ അല്പമായിട്ട് വെള്ളം കുടിക്കണം എന്നാണ് വെള്ളം കുടിയെ സംബന്ധിച്ച് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം. പലവിധ മതവിഭാഗങ്ങളുമായും ജലത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഹിന്ദുക്കൾക്ക് അവരുടെ പ്രാർത്ഥനാ വേളയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അനിവാര്യമായിട്ടുള്ള ഘടകം തന്നെയാണ് തീർച്ചയായിട്ടും ജലം. ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കുമ്പോൾ ജലത്തിലൂടെയാണ് വിശുദ്ധമാക്കുന്നത്. മുസ്ലിം മതവിഭാഗത്തിലാവട്ടെ ഓരോ നിസ്കാരത്തിന് മുമ്പും അവരുടെ ശരീരവും മനസ്സും അവർ ജലത്താൽ തന്നെയാണ് വിശുദ്ധീകരിക്കുന്നത്. ജലം പ്രകൃതിയുടെ സർവശക്തൻ്റെ ദാനമാണ്. അത് കുടിക്കും മുമ്പ് ഒരു നിമിഷം നമ്മൾ നന്ദി പറയുക, സർവേശ്വരനോ പ്രകൃതിക്കോ. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് വേണം? വെള്ളം കുടിക്കുന്നതിന് മുമ്പ്, ഓടി വന്ന് ദാഹിച്ച് അവശയായി കുടിക്കുന്നതിന് മുമ്പ് ഒന്ന് സമാധാനമായിട്ട് ഇരുന്നിട്ട് നമുക്ക് വെള്ളം കുടിക്കാം. മറ്റൊരു വാദം കേൾക്കുന്നുണ്ട്, വെള്ളം നിന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല, നടന്നുകൊണ്ട് കുടിക്കാൻ പാടില്ല, ഓടിക്കൊണ്ട് കുടിക്കാൻ പാടില്ല, വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് കുടിക്കണം എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ ഇത് എത്രമാത്രം സത്യമാണ് അല്ലെങ്കിൽ എത്രമാത്രം ഇത് ശരിയാണോ എന്ന് ആലോചിക്കുന്നതിന് പകരം
നമുക്ക് സമാധാനമായി ചെയ്യുക എന്നുള്ളതാണ്. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണത്തോടൊരു ബഹുമാനം കൊടുക്കണം, ഇരുന്ന് കഴിക്കണം എന്നാണ് അതിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള വശം. അതുപോലെ തന്നെ വെള്ളമാണെങ്കിലും ഇത് നമ്മുടെ എന്താ പറയുക, ജീവൻ തന്നെ നിലനിർത്താനുള്ള ഒരു സംഭവം തന്നെയാണ് വെള്ളം. അപ്പോൾ ഇരുന്ന് കുടിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ്. ഈ യൂറിക് ആസിഡ് അരിച്ചു കളയാൻ കിഡ്നിക്ക് മാത്രമേ കഴിയുള്ളൂ. അതിന് വേണമെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് അടിഞ്ഞുകൂടുകയും കിഡ്നി സ്റ്റോൺ തുടങ്ങി ഒരുപാട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യും. വെള്ളം എങ്ങനെ കുടിക്കണം എന്നതും മാത്രമല്ല, വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കിഡ്നി പേഷ്യൻസ് കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കേണ്ടത് ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ പറയുന്നതിൻ്റെ അപ്പുറം ഒരു ഗ്ലാസ് ഒരു തുള്ളി വെള്ളം അവർക്ക് കുടിക്കാൻ പാടില്ല. നമ്മുടെ മെറ്റബോളിക് ആക്ഷൻ വഴി ഒരുപാട് ലവണങ്ങൾ, ആവശ്യമില്ലാത്ത ലവണങ്ങൾ, ടോക്സിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരും. തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളണമെന്ന് പറഞ്ഞു. വിയർപ്പ് വഴി പോവും, വിസർജ്യങ്ങൾ വഴി പോകും, പലവിധ മാർഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോകും. ഇതിന് പുറത്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുടിക്കണം. പക്ഷേ അതിലൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 70% നമ്മുടെ ശരീരത്തിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എത്രമാത്രം ആവശ്യമാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. പ്രീ ഡയബറ്റിക് എന്നൊരു സ്റ്റേജ് ഉണ്ട്. കാര്യമായ ശാരീരിക പ്രവർത്തനങ്ങളൊന്നുമില്ല പോലും ചിലർക്ക് വല്ലാതെ ദാഹവും പരവേശവും വരിക, അവർ വെറുതെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കേസ് വന്നാൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഡയബറ്റിക് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ചില പ്രത്യേക അസുഖമുള്ളവരും അല്ലാതെ വെള്ളം കൂടുതൽ കുടിക്കേണ്ടവരുണ്ട്. അപ്പോൾ ചിലരിങ്ങനെ പറയും, ഒരു അബദ്ധധാരണയുണ്ട്, വെള്ളം ഒരുപാട് കുടിച്ചാൽ കുടവയർ ചാടും എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും വെള്ളം കുടിച്ചിട്ട് ആരുടെയും കുടവയർ ചാടത്തില്ല, അത് 100% ഉറപ്പാണ്. വെള്ളത്തിൽ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഒത്തിരി മഴ നനഞ്ഞിട്ടുണ്ട്, കണ്ട കുളങ്ങളിലും പുഴയിലൊക്കെ ചാടി കുളിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ മക്കളെ ഒന്നും നമ്മൾ അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് തണുത്ത വെള്ളം കുടിച്ച പ്രശ്നമാണ്, മഴ നനഞ്ഞ പ്രശ്നമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറേയൊക്കെ നമ്മൾ പ്രകൃതിയായിട്ട് യോജിച്ച് പോകാൻ നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക തന്നെ വേണം. അപ്പം മക്കളെ വെള്ളം കുടിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് ഇത്രയും കാര്യമുള്ളൂ. എത്ര നല്ല സ്കൂളുകളാണെന്ന് പറഞ്ഞാലും സ്കൂളുകളിലെ ബാത്റൂം പെൺകുട്ടികൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ മടിയാണ്. വെള്ളം ജ്യൂസുകൾ കുടിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് എന്താണ്? ആ പഴങ്ങൾ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ ജ്യൂസ് കുടിച്ചിട്ടും അത് വെള്ളം എന്നുള്ള പറയുന്നതിനോട് യോജിപ്പില്ല. പഴങ്ങൾ അങ്ങനെ മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും ഈ വാട്ടർമെലൺ ആണെങ്കിലും എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ കടിച്ചു തിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഗുണവും നഷ്ടപ്പെടില്ല, വാട്ടർ കണ്ടന്റ് ആവശ്യത്തിന് ചെല്ലുകയും ചെയ്യാം. നമ്മുടെ വയറ് വലിയൊരു അറയാണ് അല്ലേ? അതിന് കൃത്യം 4ആയിട്ട് നമുക്ക് തിരിച്ചാൽ പകുതി ഭാഗം നമുക്ക് ഭക്ഷണം നിറയ്ക്കാം, ബാക്കി പകുതിയിൽ 1/4 ഭാഗം വെള്ളവും 1/4 ഭാഗം എംപ്റ്റി ആയിട്ടും ഒഴിഞ്ഞും കിടക്കണം എന്നാണ് കറക്റ്റായിട്ടുള്ള കണക്ക്. അപ്പം ഒരു മനുഷ്യ ശരീരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള വെള്ളം എങ്ങനെയാണെങ്കിലും കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ കുടിക്കണം. നമ്മൾ കുടിക്കുന്നത് കണ്ട് നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം, നിർബന്ധിക്കണം. മാത്രമല്ല ഇങ്ങനെയുള്ള കുറേ ആരോഗ്യശീലങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു, ഒത്തിരി പേരോട് ഞാൻ സംസാരിച്ചു. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഭക്ഷണത്തോടു കൂടിയുള്ളത്. ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളം കൂടി നിർത്തുകയും ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചാൽ മതി എന്നാണ് പൊതുവേ നമ്മളെല്ലാം കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ചില പഠനങ്ങൾ അല്ല, കുറേശ്ശെ വെള്ളം കുടിക്കാം എന്ന് പറയുന്നുണ്ട്. പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തോടു കൂടി അത്യാവശ്യമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം കുടിക്കാം. അതും ഒരുപാട് കുട്ടികൾ കമത്തുന്ന പോലെ കുടിക്കേണ്ട, ഒരല്പം. ഇതിൽ ജിമ്മിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. തണുത്ത വെള്ളം കുടിച്ചാൽ അവരുടെ മെറ്റബോളിക് റേറ്റ് വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? തണുത്ത വെള്ളം, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഫ്രിഡ്ജിൽ വെച്ച വെറുതെ തണുത്ത വെള്ളമല്ല കേട്ടോ, ചിൽഡ് വാട്ടർ. കുടിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വളരെ ചിൽഡായിട്ടുള്ള വാട്ടർ കുടിച്ചിട്ടുണ്ടെങ്കിൽ മെറ്റബോളിക് റേറ്റ് കൂടാനും നമ്മുടെ വെയിറ്റ് ലോസിനെ അത് സഹായിക്കുകയും ചെയ്യുന്നു. ആ ഒരു കാര്യം
പ്രത്യേകം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ മുതൽ ഐസ് ക്യൂബ് എടുത്ത് വായിലിട്ടിട്ട് പുലിവാലായിട്ട് സമന്വയത്തിലെ ആളിരുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചു. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമ്മളുടെ സമയപരിമിതി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് എന്താണ്, ഈ വീഡിയോ നമുക്കിന്നിവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. മറക്കണ്ട, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മൊത്തത്തിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക. ഫ്ലേവർ ഇല്ലാത്ത ശുദ്ധമായ വെള്ളം കുടിക്കുക. ഇരുന്നുകൊണ്ട് സാവധാനം വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുവാനായി വിയർക്കുന്ന സിറ്റുവേഷനിൽ നന്നായി വെള്ളം കുടിക്കുക. ശുദ്ധമായ, സുരക്ഷിതമായ, സാധാരണ ഊഷ്മാവിലുള്ള വെള്ളം കുടിക്കുക. എഴുന്നേറ്റാലുടനെയും കുടിക്കുന്നതിന് മുമ്പും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുന്നും ശേഷവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഓരോ ഗ്ലാസ് വെള്ളം നിർബന്ധമായും കുടിക്കുക. കിടന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്. ദാഹം വരുന്നത് വരെ ഒരിക്കലും കാത്ത് നിൽക്കരുത്. ദാഹം എന്ന് പറഞ്ഞാൽ 2% വരെ ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണമാണ്. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കുടിക്കുകയേ അരുത്. ഒറ്റയടിക്ക് വെള്ളം കുടിക്കാതെ സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുക.